Hi everyone, welcome to Roshnis Food and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗോതമ്പ് ദോശ, അത് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് ടിപ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നോക്കാം എങ്ങനെയാണ് നമ്മുടെ ക്രിസ്പി വീറ്റ് ദോശ തയ്യാറാക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ക്രിസ്പി വീറ്റ് ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ബൗളിൽ ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ആട്ടപ്പൊടി. അപ്പം ഞാൻ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ, നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള വീറ്റ് ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, ബൗളിലോട്ട് 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചേർക്കാൻ. കാരണം വെള്ളത്തിൻ്റെ അളവിലാണ് നമ്മുടെ ക്രിസ്പിനെസ് ഇരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് നമ്മുടെ സാധാരണ അരിദോശ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ അങ്ങ് വെള്ളം പോലെ ആക്കരുത്. അപ്പം ഞാൻ 2 കപ്പിന് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതനുസരിച്ച് ചെയ്താൽ മതി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് മാത്രമല്ല, ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ല എങ്കിലും പ്രശ്നമില്ല, ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഒട്ടും തരികളോ കട്ടകളോ ഇല്ലാതെ നന്നായിട്ടൊരു സ്മൂത്ത് ബാറ്റർ കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരുപാട് അങ്ങ് വെള്ളം പോലായി പോകത്തുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി കണ്ടോ, വെള്ളം പോലല്ല, നമ്മളിങ്ങനെ എടുത്തിട്ടാൽ ഇങ്ങനെ വീഴുന്ന ഒരു പരുവം കണ്ടോ, ഇങ്ങനെ ഇത്രയും വെള്ളം മതി നമുക്ക് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മുരിഞ്ഞ നല്ലൊരു ദോശ കിട്ടത്തുള്ളൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്പിനെസ് കിട്ടത്തില്ല, ഭയങ്കര സോഫ്റ്റ് ആയി പോകും കണ്ടോ. ഈ പരുവത്തിൽ നിൽക്കണം, ഇങ്ങനെ എടുത്തിടുന്ന സമയത്ത്, മാവ് ഇടുന്ന സമയത്ത് ഇങ്ങനെ വീഴണം. അതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നമുക്കിനി ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലെയിം ആണ്. അപ്പൊ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനിന്റെ ചൂട് ഭയങ്കര കൂടിപ്പോവും. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പൊ ഞാൻ നമ്മുടെ മാവ് ഒഴിച്ച് നന്നായിട്ട് പരത്തിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് നെയ്യോ ബട്ടറോ അതല്ല നിങ്ങൾക്ക് ഓയില്, നമ്മുടെ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും നമുക്ക് കേട്ടോ. കുറച്ച് തണുത്ത് കഴിഞ്ഞാലും നല്ലൊരു ഫീലാണ് കഴിക്കാൻ വേണ്ടി. അത് മാത്രമല്ല, ഞാനിപ്പം ദോശയുടെ 2 സൈഡും അങ്ങോട്ടും അപ്പുറവും ഇപ്പുറവും മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രം, നമ്മൾ സാധാരണ അരിദോശ ചെയ്യുന്ന പോലെ ഒരു സൈഡ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് 2 സൈഡും മറിച്ചിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രിസ്പിനെസ് ഒന്ന് പോയാലും നമുക്കൊരു പൊറോട്ടയ്ക്ക് കഴിക്കുന്നൊരു ഫീൽ കിട്ടും കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്പി വീറ്റ് ദോശ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റി ആക്കി എടുക്കാൻ പറ്റും. ഒന്ന് തണുത്ത് കഴിഞ്ഞാലോ ക്രിസ്പിനെസ് ഒന്ന് കുറയുന്നെങ്കിലും നല്ലൊരു പൊറോട്ടയൊക്കെ കഴിക്കുന്നൊരു ഫീലായിരിക്കും നമുക്ക് കേട്ടോ.
ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.